പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷയിൽ ഇളവ് നൽകരുതെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ അമ്മ. താൻ ജീവിക്കുന്നത് പ്രതിയെ തൂക്കിക്കൊല്ലുന്നത് കാണാനാണെന്നും അമ്മ പറഞ്ഞു. വധശിക്ഷ സ്റ്റേ ചെയ്ത് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായാണെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് പ്രതിഭാഗം സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്തത്. അപ്പീലിൽ വാദം കേട്ട് അന്തിമ ഉത്തരവുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ. മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് തൂക്കുകയർ ലഭിക്കുന്നത് കാണാനാണ് ജീവിച്ചിരിക്കുന്നതെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവിനോടുള്ള പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം. അമീർ ഇസ്ലാമിന് ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ തൂക്കി കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവന് ഒരു ഇളവും കൊടുക്കാൻ പാടില്ല. എൻ്റെ കുഞ്ഞ് തിന്ന വേദന അതിലിരട്ടി അവർ തിന്നണം. അതെനിക്ക് കാണണം. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് സ്വാഭാവിക നടപടിക്രമങ്ങളാണെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും നിയമമന്ത്രി വ്യക്തമാക്കി. അതൊരു സാധാരണ നടപടിക്രമമാണ്. ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്നതിനാവശ്യമായ സമീപനമാണ് ഇതുവരെ കോടതികളിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ സർട്ടിഫിക്കറ്റിനൊപ്പം ജയിൽ റിപ്പോർട്ട് കൂടി ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതോടൊപ്പം സർക്കാർ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും സുപ്രീം കോടതി വധശിക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുക. മീഡിയ 1 കൊച്ചി.